കേരളത്തിന് സീപ്ലെയിൻ റൂട്ടുകൾ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. സീപ്ലെയിൻ പദ്ധതിക്ക് ഏവിയേഷൻ വകുപ്പിന്റെ അനുമതി ലഭിച്ചതായി ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. 48 സീപ്ലെയിൻ റൂട്ടുകളാണ് കേരളത്തിനായി അനുവദിച്ചത്. സംസ്ഥാനത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. ഇതുവരെ 300 കോടിയിലധികം രൂപയുടെ സൈബർ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് പോലീസ്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ സൈഹണ്ടിൽ ഇതുവരെ 263 പേരെ അറസ്റ്റ് ചെയ്തു. അഭയാർത്ഥി പരിധി വെട്ടിച്ചുരുക്കി ഡൊണാൾഡ് ട്രംപ്. 2026 സാമ്പത്തിക വർഷത്തിൽ 7500 പേർക്ക് മാത്രം പ്രവേശനം അനുവദിക്കും. പ്രഥമ പരിഗണന ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള വെളുത്ത വർഗ്ഗക്കാർക്ക് നൽകുമെന്നും ട്രംപ്. കനത്ത തകർച്ചയിലേക്ക് കൂപ്പുകുത്തി റഷ്യൻ GDP. 2025ന്റെ ആദ്യ 9 മാസക്കാലത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ചയിലാണ് ഇടിവ്. മുൻവർഷത്തെ 4.3% നിന്നും 1% ഇടിഞ്ഞു. എണ്ണ ഉപരോധവും GDP വളർച്ച ഇടിഞ്ഞതും റഷ്യയ്ക്ക് കൂടുതൽ തലവേദനയാകും. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 110 രൂപ കൂടി 11,245 രൂപയിലെത്തി. പവന് 880 രൂപ വർദ്ധിച്ച് 1 പവൻ സ്വർണത്തിന് 89,960 രൂപയായി. വെള്ളിവില ഗ്രാമിന് 2 രൂപ ഉയർന്ന് 157 രൂപയിലാണ് വ്യാപാരം. കേരളത്തിന് സീപ്ലെയിൻ റൂട്ടുകൾ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. സീപ്ലെയിൻ പദ്ധതിക്ക് ഏവിയേഷൻ വകുപ്പിന്റെ അനുമതി ലഭിച്ചതായി ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. 48 സീപ്ലെയിൻ റൂട്ടുകളാണ് കേരളത്തിനായി അനുവദിച്ചത്. സംസ്ഥാനത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. ഇതുവരെ 300 കോടിയിലധികം രൂപയുടെ സൈബർ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് പോലീസ്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ സൈഹണ്ടിൽ ഇതുവരെ 263 പേരെ അറസ്റ്റ് ചെയ്തു. അഭയാർത്ഥി പരിധി വെട്ടിച്ചുരുക്കി ഡൊണാൾഡ് ട്രംപ്. 2026 സാമ്പത്തിക വർഷത്തിൽ 7500 പേർക്ക് മാത്രം പ്രവേശനം അനുവദിക്കും. പ്രഥമ പരിഗണന ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള വെളുത്ത വർഗ്ഗക്കാർക്ക് നൽകുമെന്നും ട്രംപ്. കനത്ത തകർച്ചയിലേക്ക് കൂപ്പുകുത്തി റഷ്യൻ GDP. 2025ന്റെ ആദ്യ 9 മാസക്കാലത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ചയിലാണ് ഇടിവ്. മുൻവർഷത്തെ 4.3% നിന്നും 1% ഇടിഞ്ഞു. എണ്ണ ഉപരോധവും GDP വളർച്ച ഇടിഞ്ഞതും റഷ്യയ്ക്ക് കൂടുതൽ തലവേദനയാകും. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 55 രൂപയും പവന് 440 രൂപയുമാണ് കൂടിയത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 11,300 രൂപയും പവന് 90,400 രൂപയുമായി. രാവിലെ ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 11,245 രൂപയായിരുന്നു. പവന് 880 രൂപയും വർദ്ധിച്ചിരുന്നു.